السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീലയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം റമദാനുമായി ബന്ധപ്പെട്ട് ക്ഷമ എന്ന വിഷയമായിരുന്നു. ഈ മാസത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയതായ പേരുകൂടിയാണ് ഷഹ്റുസ് സബ്ർ എന്ന്. ക്ഷമയുടെ മാസം എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വെച്ചതായി ഹദീസിൽ കാണാം. ക്ഷമയിലൂടെയാണ് വ്രതമനുഷ്ഠിക്കുന്നവർ വ്രതമനുഷ്ഠിക്കുന്നത്. ധാരാളം മറ്റ് ഏത് ഇബാദത്തുകളിലും ഇല്ലാത്ത രൂപത്തിൽ ക്ഷമ കൈകൊള്ളാൻ ഈ ആരാധന നമ്മെ പ്രേരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൗമിന്റെ മാസമാകുന്ന ഈ മാസം ക്ഷമയുടെ മാസമാണ്. ഈ മാസത്തിൽ ഒരാള് ഷഹറുസ് സബ്റാകുന്ന ഈ മാസത്തിൽ ഒരാൾ ക്ഷമ കൈകൊണ്ടുകൊണ്ട് നോമ്പ് പിടിച്ചു കഴിഞ്ഞാലും വസലാസത്തു അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലുമുള്ളതായ 3 നോമ്പ്, അത് ആ മാസത്തിന്റെ തുടക്കത്തിൽ 3, മധ്യത്തിൽ 3, അവസാനത്തിൽ 3, ഏതെങ്കിലും ഒരു 3 ദിവസമായിട്ട് ഒരു മാസത്തിൽ നോമ്പ് പിടിക്കുക. ഇത് രണ്ടും സൗമുദ്ദഹർ, ഒരു വർഷം നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നസായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനു മുമ്പ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഷെയ്ഖ് അൽബാനി സഹിയാക്കിയത് ഹദീസാണ്. ഹദീസിന്റെ പരിപൂർണതയിൽ ഇങ്ങനെയും കാണാം, വയുദ്ഹിബു മഗല്ലത്ത സദർ. അബൂദറാണ് റിപ്പോർട്ടർ റളിയല്ലാഹു തആല അൻഹു. ചോദിച്ചു അബൂദർ റസൂലിനോട്, മാ മഗല്ലത്തു സദർ, എന്താണ് മഗല്ലത്തു സദർ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, റിജ്സു ശൈത്താൻ, പൈശാചിക ശല്യം അത് ഹൃദയത്തിൽ നിന്നിട്ട് ദൂരമാകുന്ന ദിവസമാണ്. ക്ഷമ കൈകൊള്ളുന്നതായ മാസമാകുന്ന ഈ മാസത്തിലൂടെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ വെച്ചിട്ട് പൈശാചിക ശല്യം ദൂരപ്പെടുന്നു എന്ന അർത്ഥത്തിലേക്ക്. അതെ, മനുഷ്യൻ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ പൊതുവെ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ നഫ്സിന്റെ എല്ലാ ഷഹവാത്തുകൾ അവന് വിട്ടുനിൽക്കുന്നു. യദഉ തആമഹു വശറാബഹു വശഹവതഹു ലിഅജലി, അത് ഖുദ്സിയ ഹദീസിൽ വന്ന ഭാഗമാണ്. അവന്റെ പാനീയത്തെയും ഭക്ഷണത്തെയും അവന്റെ ആഗ്രഹങ്ങളെയും ഷഹവത്തിനെയും എല്ലാം എനിക്ക് വേണ്ടി അവൻ ഒഴിവാക്കുന്നു എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതായ ശൈലി. അതെ, അപ്പോൾ ഹബ്സുൻ നഫ്സ് ആണ് ഈ റമദാനിലൂടെ സംഭവിക്കുന്നത്. ഹബ്സുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ അറസ്റ്റ് ചെയ്യുക, നമ്മുടെ നഫ്സിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. അറസ്റ്റ് പല കാര്യത്തിൽ നിന്നിട്ട് വിട്ടുനിൽക്കാൻ വേണ്ടി നാം നിർബന്ധിതരാകുന്നു, നാം നമ്മുടെ നഫ്സിനെ നിർബന്ധിപ്പിക്കുന്നു. ആ നിർബന്ധിപ്പിക്കുന്നതായ കാര്യത്തിൽ പ്രധാനമാണ് നേരത്തെ പറഞ്ഞതായ ഖുദ്സിയ ഹദീസിലുള്ളതായ ഭക്ഷണത്തെ തൊട്ടും പാനീയത്തെ തൊട്ടും ശഹവത്തിനെ തൊട്ടും പിടിച്ചു നിൽക്കുക എന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുന്നു, കാതിനെ സൂക്ഷിക്കുന്നു, നാവിനെ സൂക്ഷിക്കുന്നു. എല്ലാ രൂപത്തിലും നമുക്ക് സൂക്ഷ്മത കൈക്കൊള്ളാനുള്ളതായ ഒരു ട്രെയിനിങ് നൽകുന്നതായ മാസമാണല്ലോ റമദാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ താഅത്തിന് വേണ്ടി ശ്രമിക്കുക, അത് മഹാക്ഷമയാണ്. എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. നമുക്കറിയാമല്ലോ, നമസ്കാരം ഉപേക്ഷിക്കുന്നവരോ നമസ്കാരത്തിൽ മടി കാട്ടുന്നവരോ എന്തുകൊണ്ട് മടി കാട്ടുന്നു? അവർക്ക് ക്ഷമ കൈകൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുറെ ശ്രമിക്കണം. ക്ഷമ കൈകൊണ്ടാൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ? നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കണമെങ്കിൽ ധാരാളം ക്ഷമ കൈകൊള്ളേണ്ടി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായാർത്ഥനം തേടുക ക്ഷമ കൈക്കൊള്ളലിലൂടെയും നമസ്കാരത്തിലൂടെയും എന്ന്. അപ്പോൾ നമസ്കാരത്തിന് പ്രത്യേകമായിട്ട് ക്ഷമയുടെ ഒരു ഭാഗമായി എണ്ണതായ നമസ്കാരത്തിന് പ്രത്യേകമായി അള്ളാഹുവിടെ വേർതിരിച്ച് പറയുകയുണ്ടായി. എന്തുകൊണ്ട്? ക്ഷമയുടെ മിക്ക ഭാഗവും നമസ്കാരത്തിൽ ഉണ്ടാവേണ്ടി വരുന്നു എന്നതുകൊണ്ട് തന്നെ. അപ്രകാരം തന്നെ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ വ്രതമനുഷ്ഠിക്കുക എന്ന ഈ ഇബാദത്തിൽ ക്ഷമ കൈകൊള്ളുന്നതിന്റെ ഒരു വലിയൊരു ഭാഗം അതിൽ പ്രകടമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹദീസിൽ വന്നതായി കാണാം, അസ്സൗമു നിസ്ഫു സബ്ർ, നോമ്പെന്ന് പറഞ്ഞാൽ ക്ഷമയുടെ പകുതി ഭാഗമാണ്. വസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമയാണെങ്കിൽ ഈമാനിന്റെ പകുതി ഭാഗമാണ്. അപ്പോൾ നോമ്പ് ക്ഷമയുടെ പകുതി ഭാഗമാണ്. അപ്പോൾ പകുതിയുടെ പകുതി 4 ഭാഗമാണ് എന്ന് വന്നു, ഈമാനിന്റെ 4 ഭാഗമാണ് എന്ന അർത്ഥത്തിലേക്ക്.
അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ക്ഷമയിൽ വേറൂന്നിപ്പിടിച്ചു നിൽക്കേണ്ടതായ ക്ഷമ കൈക്കൊള്ളാൻ നല്ലൊരു വേദി ലഭിക്കുന്ന, ക്ഷമ കൈക്കൊള്ളാതെ ചെയ്യാൻ പറ്റാത്ത ഒരു അമലാണ് ഈ റമദാൻ നോമ്പ് എന്നതും അതുപോലെ പൊതുവെ നോമ്പ് എന്നതാണ് ഇന്ന് മക്ക ഇമാമ് വിശദീകരിച്ചപ്പോൾ സംസാരിച്ച ഭാഗം. അള്ളാഹു പറയുന്നു വിശുദ്ധ ഫുർഖാൻ അലീമിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ക്ഷമ കൈകൊള്ളുക, അള്ളാന്റെ കൽപ്പനയാണ്. വസാബിറു, നിങ്ങൾ അങ്ങുമിങ്ങും ക്ഷമിക്കുക. കാരണം നാം പോരാട്ടത്തിൽ, പോരാടുന്ന സന്ദർഭത്തിൽ അത് പോർക്കളത്തിൽ വെച്ചിട്ട് ശത്രുക്കളോട് പോരാടട്ടെ, അപ്രകാരം തന്നെ ഇപ്പോൾ നാം ചെയ്യുന്നതായ ദേഹേച്ഛയോട് പോരാടട്ടെ, അപ്രകാരം തന്നെ പിശാചിനോട് പോരാടട്ടെ. ഇരുഭാഗമാണ് പോരാടൽ വരുന്നത്. അതുകൊണ്ടാണ് സാബിറു എന്ന പദപ്രയോഗം നടത്തിയത്. ഒറാബിത്തു, അതുപോലെ തന്നെ മുറാബത്ത നടത്തുക, അതും യുദ്ധത്തിന് വേണ്ടി മുസ്ലിം രാഷ്ട്രങ്ങളുടെ അതിർത്തികളിലെല്ലാം കാവൽഭടന്മാരായി നിൽക്കുന്നതായ മുറാബത്തയും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ കൈകൊള്ളേണ്ടി വരുന്നു. എന്നിട്ട് അള്ളാഹു കൂട്ടിച്ചേർക്കുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കൈവരുത്താൻ. വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് എന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് കാണാം. ക്ഷമ കൈക്കൊള്ളുന്നവർ പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ, ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ബഅസ് ഉണ്ടാകുമ്പോൾ, അഥവാ യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ, അവിടെയെല്ലാം ക്ഷമ കൈക്കൊള്ളുന്നവർ. അപ്പോൾ ക്ഷമയെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞത് പല സന്ദർഭങ്ങളിലും ഖുർആനിലൂടെ എവിടെയാണ്? പോർക്കളത്തിലൂടെയാണ്. അപ്പോൾ പോർക്കളത്തിൽ വെച്ചിട്ട് നാം ശത്രുക്കളോട് പോരാടുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതായ ആ ക്ഷമയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നാം ഉപയോഗിക്കുന്നതായ ക്ഷമ എന്നർത്ഥം. അപ്പോൾ അത്രയും വലിയതായ ഒരു അമലാണ് നാം ഈ മാസത്തിലൂടെ നേടിയെടുക്കുന്നത്, നാം ഈ മാസത്തിലൂടെ സമ്പാദിച്ചെടുക്കുന്നത്, നാം ഈ മാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ശിക്ഷണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കുന്നു എന്നതാണ് ഈ ക്ഷമ കൊണ്ടുള്ളതായ പ്രത്യേകത. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവരുടെ കൂടെയാണ്. ഒമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഒരാള് ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി മനക്കൊടുന്ന സന്ദർഭത്തിൽ ആ ക്ഷമ കൈക്കൊള്ളാനുള്ളതായ തൗഫീഖ് അള്ളാഹുവിൽ നിന്നിട്ട് ലഭിക്കും എന്ന അർത്ഥത്തിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങള് നേടിയതായ നേട്ടങ്ങളിലൊക്കെ നേടാൻ സാധിച്ചത്. അതെ, നമുക്കറിയാമല്ലോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടം, സഹാബാക്കളുടെ മൊത്തത്തിലുള്ള കാലഘട്ടം, റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ അവര് ഇസ്ലാമിന് വേണ്ടി പോരാടിയ, പരിശ്രമിച്ച, പ്രയാസപ്പെട്ട കാലഘട്ടം, അതെല്ലാം ക്ഷമ കൊണ്ടാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളെ കെടുകിടക്കി വർപ്പിക്കുവാനും അവരുടെ നാടുകളിൽ നിന്നിട്ട് അവരുടെ സമ്പാദ്യങ്ങളെയെല്ലാം ഗനീമത്തായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖസനാവിലേക്ക്, അഥവാ മുസ്ലിങ്ങളുടെ ഖസനാവിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെട്ടതായ ഒരു മഹാ ഇസ്സത്തിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ സംസാരിക്കുകയാണ്, ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ച സർവ്വ നേട്ടങ്ങളും അത് ക്ഷമയിലൂടെ മാത്രമായിരുന്നു. ക്ഷമയിലൂടെ, അള്ളാഹു തൗഫീഖ് കഴിഞ്ഞാൽ ക്ഷമയിലൂടെ മാത്രമായിരുന്നു എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യമുള്ളതായ ഒന്നാണ് ക്ഷമ കൈകൊള്ളുക എന്നത്. ക്ഷമ കൈകൊള്ളുമ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുത്ത വെറുത്ത കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കാൻ റമദാനിൽ മാത്രമല്ല ഏത് സമയത്തിലും സാധിക്കുക. പ്രത്യേകിച്ച് റമദാനിൽ നാം പ്രാക്ടീസ് നേടിക്കഴിഞ്ഞു, നമുക്ക് പരിചയപ്പെട്ടു. റമദാനിൽ പല കാര്യങ്ങൾ നിട്ടും നാം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് വേണ്ടി വിട്ടു നിൽക്കുന്നു. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈമാനൻ വഹ്തിസാബൻ എന്നതായ രണ്ട് പദപ്രയോഗം റസൂൽ നടത്തിയിട്ടുണ്ട്. എല്ലാ റമദാൻ ക്ലാസുകളിൽ ഞാൻ ഉണർത്തിയതായ ഹദീസാണത്. ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയായിരിക്കണം ഈ ചെയ്യുന്ന അമലിൽ. അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം, അതിൽ യാതൊരു നിലക്കും കലർപ്പില്ലാത്ത വിശ്വാസം, പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം, ആരാധന അള്ളാഹ്ക്ക് മാത്രം, ഈ ഈമാനോട് കൂടിയുള്ളതായ നോമ്പായിരിക്കണം. ഈമാൻ ഇല്ലാത്ത നിലക്കുള്ള നോമ്പ് അള്ളാഹുനോടല്ല പ്രാർത്ഥന, മൊയ്തീൻ ഷെയ്ഖിനോടാണ്, റിഫായ് ഷെയ്ഖിനോടാണ്, ബദരീങ്ങളോടാണ്, കബറാളികളോടാണ്, ജിന്നുകളോടാണ്, വസ്തുക്കളോടാണ്, വ്യക്തികളോടാണ് പ്രാർത്ഥന എങ്കിൽ, എന്നിട്ട് നോമ്പ് പിടിച്ചാൽ, ജീവിതം മുഴുവൻ നോമ്പ് പിടിച്ചാൽ ഒരു പ്രയോജനമില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈമാനോട് കൂടിയായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇഹ്തിസാബൻ, അതാണ് നമ്മുടെ വിഷയം. ഇഹ്തിസാബൻ,
അള്ളാഹു എന്നിട്ട് കൂലിയെ കാക്ഷിക്കുക, പ്രതീക്ഷിക്കുക. അതാണ് ക്ഷമ കൈകൊണ്ടുകൊണ്ട്. ഇത് ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ആർക്കും വേണ്ടിയല്ല, ലോകമാന്യത്തിന് വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കാൻ വേണ്ടി മാത്രം ആണ് എന്നതായ തത്വം മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം നാം ആ ക്ഷമ കൈകൊള്ളേണ്ടത്. അപ്പോഴാണ് അതിന് തക്കതായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് ലഭിക്കുകയും ചെയ്യുക. ഏതായാലും ഇന്ന് മക്ക ഇമാമ് വിശദീകരിച്ചതായ വിഷയം ഈ റമദാനിലൂടെ, ഈ വൃദ്ധമഷ്ടിക്കലിലൂടെ, ഈ മാസത്തിലൂടെ മുസ്ലിം ലോകത്തിന് കരഗതമാക്കാൻ നേടിയെടുക്കാൻ സാധിക്കുന്നതായ മഹാനേട്ടം അത് ക്ഷമ എന്നതായ ഒരു മഹാസിഫത്താണ്. ആ ക്ഷമ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ നോമ്പ് നോൽക്കേണ്ടതുപോലെ നോക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നോമ്പ് താഅത്തിൽപ്പെട്ടതാണ്, താഅത്തിന്റെ പ്രധാന ഭാഗത്തിൽപ്പെട്ടതാണ്. താഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അനുസരണം. അള്ളാഹുവിനുള്ളതായ അനുസരണങ്ങൾ, ഏത് അനുസരണം നാം അനുസരിക്കണമെങ്കിൽ ആ അനുസരണത്തിന്റെ ബേക്കിലെല്ലാം ക്ഷമ കൈകൊള്ളണം. അല്ലാത്ത പക്ഷം നമുക്ക് അനുസരിക്കാൻ സാധിക്കുന്നതല്ല. നാം നോക്കുക, ഉദു പിടിക്കാൻ വേണ്ടി മനക്കെട്ടാൽ തന്നെ ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ നാം തണുപ്പുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പ്രയാസപ്പെടേണ്ടി വരുന്നു ഉദു പിടിക്കുമ്പോൾ. അതേ ആ പ്രയാസം അവിടെ ചൂടുവെള്ളം ഇല്ലാത്ത സന്ദർഭമാണെങ്കിൽ ആ സമയത്ത് നാം പ്രയാസപ്പെടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അല്ലാഹു റസൂലിന്റെ കൽപ്പനയും വരുന്നു, ഇന്ന് പൂർത്തിയാക്കി അവയവങ്ങളെ കഴുകേണ്ടതുപോലെ കഴുകിയാലുള്ളതായ പ്രതിഫലം. എന്തുകൊണ്ട്? ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമാണ് അങ്ങനെയുള്ളതായ പ്രത്യേകത നേടിയെടുക്കാൻ സാധിക്കുക എന്നതുകൊണ്ട് തന്നെ. അതെ, മക്ക ഇമാമ് ക്ഷമയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഷോർട്ടായിട്ടാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നാം ഉൾക്കൊണ്ടിട്ട് ആണ് ഈ മാസത്തിൽ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ മതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ ഒരു യാഥാർത്ഥ്യം. കാരണം അത്രയും പ്രധാനം ക്ഷമയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതായ ഒരു ശിക്ഷണമാണ് ഈ മാസത്തിലൂടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈകല്ലദീന സദഖു ഉലൈകഹുമുൽ മുത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് സംസാരിച്ചത് ആരെക്കുറിച്ചാണ്? ക്ഷമ കൈകൊള്ളുന്നവർ പ്രയാസമുള്ള സന്ദർഭത്തിൽ. പ്രയാസങ്ങളിൽ പെട്ടതാണ് എന്ത്? യുദ്ധം ചെയ്യുക. പ്രയാസത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ വഴിയിൽ പോരാടുക. പ്രയാസത്തിൽ പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിന് വേണ്ടി സേവിക്കുക, അള്ളാഹുവിന്റെ ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിന് വേണ്ടി അള്ളാഹിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക. ഇതെല്ലാം ക്ഷമയുടെ ഒരു ഭാഗമാണ്. അവിടെ വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബസ് എന്നിട്ടാണ് ഉലൈകല്ലദീന സദഖു ഉലൈകഹുമുൽ മുത്തഖൂൻ, അവരാണ് സത്യസന്ധർ. അപ്പോൾ നാം സത്യസന്ധരാവേണമെങ്കിൽ ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ച ആ സത്യസന്ധരാവേണമെങ്കിൽ നാം ക്ഷമ കൈക്കൊള്ളേണ്ടതുപോലെ ക്ഷമ കൈക്കൊള്ളേണ്ടതായ സ്ഥലത്ത് കൈക്കൊള്ളുന്നവരായി മാറണം എന്നതാണ് അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, മക്ക ഇമാമ് പിന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഖുതുബയുടെ അവസാനത്തിൽ സംസാരിച്ചതായ ഭാഗം നാം ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് അവസാനത്തെ 10 നെയ്യാണ്. എന്താണ് അവസാനത്തെ 10? അത് മഹാശ്രേഷ്ഠതയുള്ള, മഹാഫളുള്ള, മഹാപ്രത്യേകതയുള്ളതായ ഒരു ദിവസങ്ങളാണ്. അത് തന്നെയായിരുന്നു നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി മദീനയിൽ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായ ഈ വിശുദ്ധ നാട്ടിൽ വെച്ചിട്ട്, ഈ നാട്ടിലുള്ളതായ വിശുദ്ധ മസ്ജിദ് നബവിയിൽ വെച്ചിട്ട്, റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി ചർച്ച ചെയ്തതായ വിഷയം അത് തന്നെയായിരുന്നു. മസ്ജിദുൽ ഹറാമിൽ അല്ലാഹുവിന്റെ കഅബത്തിന്റെ പരിസരത്തിൽ വെച്ചിട്ട് നടന്നതായ ഖുതുബയിലുള്ളതായ ഭാഗമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. ആ ഖുതുബയിൽ മക്ക ഇമാം അവസാന ഭാഗം പറഞ്ഞത് മദീന ഇമാം ആദ്യ ഭാഗവും മധ്യഭാഗങ്ങളൊക്കെ പറഞ്ഞതായ ഭാഗമാണ്. അഥവാ അവസാനത്തെ 10 എന്നത് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്നതായ ആ ദിവസത്തെ നാം സ്വീകരിക്കാൻ പോവുകയാണ്. അത് മഹാദിവസങ്ങളാണ്. പോയതിനേക്കാളും വലുതാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇപ്പോൾ പോയ ദിവസങ്ങൾ 15ഓ 16ഓ ദിവസം നാം ഇപ്പോൾ വിട വാങ്ങിക്കഴിഞ്ഞു. ഇതുവരെ നാം വിട വാങ്ങി അത്ര നമുക്കിനി സ്വീകരിക്കാനില്ല. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ഇതിൽ കുറവാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ, അപ്പോൾ ആ ബാക്കിയുള്ള ദിവസങ്ങൾ യഥാർത്ഥത്തിൽ പ്രധാന ദിവസങ്ങളാണ് എന്ന അർത്ഥത്തിലേക്ക് ആ ദിവസങ്ങളെയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. അതിനെ സ്വീകരിക്കേണ്ടത് നാം ഇതുവരെ റമദാനെ സ്വീകരിച്ചതുപോലെ അതിനേക്കാളും കൂടുതലായി മടിയില്ലാത്ത, പ്രയാസമില്ലാതെ, നല്ല ഒരുക്കത്തോടെ, തയ്യാറെടുപ്പോടുകൂടി വരാൻ പോകുന്നതായ മാസങ്ങളിൽ കൂടുതൽ ആവേശവും ഉന്മേഷവും നമുക്ക് ഉണ്ടായിരിക്കണമെന്ന ശൈലിയിലായിരുന്നു മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ ഖുതുബയുടെ സമാപനത്തിൽ നിന്ന് ഊന്നിപ്പറഞ്ഞത്. നമ്മുടെ അംഫാസുകൾ മഅദൂദാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ നഫസുകൾ മഅദൂദത്താണ്. അഥവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം അത് എണ്ണിത്തീർക്കാൻ പറ്റുന്നത് മാത്രമാണ്. എണ്ണിത്തീർക്കാൻ പറ്റുന്നതായ നഫസ് പോലെ തന്നെ ഈ മാസത്തിലുള്ളതായ ദിവസങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റുന്നതായ നഫസുകൾ മാത്രമാണ്, അഥവാ ദിവസങ്ങൾ മാത്രമാണ് എന്ന അർത്ഥത്തിലേക്ക്. ആ ദിവസങ്ങളിൽ ഖസൽ
കസലിനെ നാം വലിച്ചെറിയണം, അഥവാ മടിയെ നാം വലിച്ചെറിയണം, ഹിമ്മത്ത് വർദ്ധിപ്പിക്കണം. ശേഷിക്കുന്ന ദിവസത്തിൽ അള്ളാഹുലേക്ക് ഓടിച്ചെല്ലണമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ ആ മുസാറയുടെ ദിവസമാണിത്. സരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ഓടി വരിക എന്ന് അള്ളാഹു മാടി വിളിച്ചതായ ആ മഹാ ഓട്ടമാണ് നാം ഇപ്പോൾ ശക്തിയായി ഓടേണ്ടത്. ചോദിക്കപ്പെട്ടു സലഫ് സാലിഹ്യങ്ങൾ എന്നിട്ടൊരു മഹാവ്യക്തിയോട്, നിങ്ങൾ എന്തിനാണ് വയസ്സും പ്രായമായ സന്ദർഭത്തിൽ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ കുതിരയുടെ സ്വഭാവത്തിൽ ജീവിക്കുകയാണ് മക്കളെ, കഴുതയുടെ സ്വഭാവമാണ് അവസാനത്തെ ട്രിപ്പില് മടിയനാവുക എന്നത്. അതേസമയത്ത് അവസാനത്തെ ട്രിപ്പില് പന്തയം നടത്തുന്ന സന്ദർഭത്തിൽ ശക്തിയോടുകൂടി ചലിക്കുക എന്ന സ്വഭാവം അത് കുതിരയുടെ സ്വഭാവമാണ്. ആ കുതിരയുടെ സ്വഭാവമാണ് എനക്കുള്ളത് എന്ന് മക്കളോട് മഹാനേതാവായ ഒരു താബിഈയായ വ്യക്തിത്വം പറഞ്ഞതായ വാക്കിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ഉണർത്താറുണ്ട്. അത് തന്നെയാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. ഈ ദിവസങ്ങൾ, അവസാനത്തെ ദിവസങ്ങൾ, അത് പ്രാധാന്യമുള്ള ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ റസൂൽ കാട്ടിയതുപോലെ റസൂലിനെ കുറിച്ച് ആയിഷ പറയുന്നത് എന്താണ്? ഈ ദിവസങ്ങൾ അള്ളാഹുവിന്റെ റസൂല് അവരുടെ അരക്കെട്ടൊന്ന് ഉറപ്പിച്ചു കെട്ടാറുണ്ടായിരുന്നു. ഉറപ്പിച്ചു കെട്ടുക എന്നത് എല്ലാ അർത്ഥത്തിലും അക്ഷരത്തിലും അരക്കെട്ട് ഉറപ്പിച്ചു കെട്ടുക എന്ന അർത്ഥത്തിലേക്കാണ്. അതെ, അങ്ങനെ അരക്കെട്ട് ഉറപ്പിച്ചു കെട്ടുന്ന എന്തിനു വേണ്ടിയാണ്? അള്ളാഹുലേക്ക് ഒരുങ്ങാൻ വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഈ റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ ഉള്ളതായ പ്രത്യേകത ഉൾക്കൊള്ളാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി, അത് സമ്പാദിക്കാൻ വേണ്ടി, അതിലൂടെ നമുക്ക് ഉമ്മത്ത് മുഹമ്മദിന് ട്രെയിനിങ് നൽകാൻ വേണ്ടി, അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് ട്രെയിനിങ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കാട്ടിയതായ ആ മഹാമാതൃകയുള്ള ജീവിതം നമുക്ക് ആയിഷ റളിയല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്. അതിലൂടെ നമുക്ക് മദീന ഇമാം പറഞ്ഞതുപോലെ മുനാജാത്തിൽ കൂടി രസം നേടിയെടുക്കാൻ സാധിക്കുന്നു. അള്ളാഹുവിനോടുള്ളതായ മുനാജാത്ത്, അള്ളാഹുമായുള്ളതായ അഭിസംബോധനം, അള്ളാഹുമായുള്ളതായ സംസാരം, അള്ളാഹുവിനോട് രാത്രിയാകുമ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് കേണപേക്ഷിക്കൽ, തൗബ ചെയ്യൽ, പാശ്ചാത്തപിക്കൽ, ചാൻസ് ഉപയോഗപ്പെടുത്തൽ, അള്ളാഹുവിനോട് പൊട്ടിക്കരയൽ, അള്ളാഹുവിനോട് കുറ്റം സമ്മതിക്കൽ, ഇതിനെല്ലാം ഒരു മഹാരസമുണ്ട്. ആ രസത്തിന്റെ കൂട്ടത്തിൽ മദീന ഇമാം പറയുന്നു, ഷക്കാവ, നിന്റെ കൂടെ എന്തെല്ലാം ഷക്കാവ പറയാനുണ്ട്, അത് ഷിട്ടികളോട് പറയേണ്ടതല്ല. ഷിട്ടികളോട് പറഞ്ഞാൽ ഷക്കാവ് തീർക്കാൻ ആർക്കും സാധിക്കുന്നതുമല്ല. പ്രയാസങ്ങൾ നികറ്റാൻ ലോകത്തിൽ നിന്നിട്ട് ആർക്കും സാധിക്കുന്നതല്ല. അത് ഷിട്ടാവായ രക്ഷിതാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് മാത്രം സാധിക്കുന്ന അവന്റെ കഴിവിൽപ്പെട്ടതാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാ അൽ-അർദ് ഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. നിങ്ങൾക്ക് പ്രയാസം സംഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രയാസത്തെ ദൂരപ്പെടുത്തുന്നവൻ ആരുണ്ട്? നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ വല്ല ഇലാഹുമുണ്ടോ? അഥവാ അള്ളാഹു അല്ലാത്ത ഷിട്ടുകളോടും കബറാളികളോടും ജിന്നുകളോടും വസ്തുക്കളോടും വ്യക്തികളോടും ആ പ്രയാസത്തെ, അങ്ങനെയുള്ള പ്രയാസങ്ങളെ നീക്കാൻ വേണ്ടി ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവരെ നാം ഇലാഹാക്കി മാറ്റി എന്നതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ചോദ്യമാണ്. അപ്പോൾ അള്ളാഹു അല്ലാതെ ഷിട്ടികൾക്ക് ആർക്കും തന്നെ ഒരു വസ്തുവിനോ ഒരു ശക്തിക്കോ നമ്മുടെ പ്രയാസത്തെ മാറ്റാൻ പറ്റാത്തതായ അങ്ങനെയുള്ള രാജാതിരാജന്റെ മുമ്പിലേക്കാണ് കൈപ്പൊക്കേണ്ടത്. ആര്? ഷിട്ടി. ആ കൈപ്പൊക്കുന്നതായ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നതായ 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ റമളാനിന്റെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ നിങ്ങളോട് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ജനങ്ങളുടെ ചോദ്യമാണ്, അള്ളാഹു ദൂരമാണോ അടുത്താണോ, അള്ളാഹു ഞങ്ങളെ വിളിച്ചാൽ കേൾക്കുമോ ഇല്ലേ, അങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടുള്ളതായ ആ വാക്കാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഈ വാക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചത് നാം എല്ലാ വർഷവും ഈ സാധുവിന്റെ നാവിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്നവർ കേട്ട് പരിചയമുള്ളതായ ആയത്താണ്. എന്താണ് ഞാൻ വിശദീകരിക്കാറുള്ളത്? ഈ ആയത്ത് അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റമളാനിന്റെ ആയത്തുകളുടെ മധ്യത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? റമളാൻ മാസം അത് അള്ളാഹുലേക്ക് കൂടുതൽ ശക്തി അടുക്കുന്ന മാസമാണ്. ആ കൂടുതൽ അടുക്കുന്ന മാസത്തിൽ കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മാസമാണ്. ആ അള്ളാഹു ദൂരമല്ല, അടുത്താണ് എന്നത് പറഞ്ഞു തരാൻ വേണ്ടിയും അത് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന സന്ദർഭത്തിൽ അവൻ എത്രമാത്രം നമ്മളിലേക്ക് അടുത്തുണ്ട് എന്നത് കാണിച്ചു തരാൻ വേണ്ടിയും അള്ളാഹുവിന്റെ റസൂല് പല സന്ദർഭങ്ങളിലും ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റസൂലിനോട്
എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, എന്താണ് നിലാവ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, യസ്അലൂനക എന്ന നിങ്ങളോട് അവർ ചോദിക്കുന്നു എന്ന ശൈലിയിൽ അള്ളാഹു പറയുമ്പോൾ 10, 13, 14 അതിൽ കൂടുതൽ എന്റെ ഓർമ്മയിൽ വരുന്നില്ല, അത്രയും പ്രാവശ്യം ഖുർആനിൽ ഈ ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചപ്പോൾ അതിനെല്ലാം മറുപടി പറഞ്ഞത് അള്ളാഹു ഖുൽ നിങ്ങൾ പറയൂ മുഹമ്മദേ എന്നാണ്. നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറുള്ളത്. റൂഹിനെ കുറിച്ച് നിങ്ങളോട് അവർ ചോദിക്കുകയാണ്. റബ്ബി, നിങ്ങൾ പ്രഖ്യാപിക്കൂ, അള്ളാഹ് സ്പെഷ്യലിസ്റ്റായ അള്ളാഹിന്റെ അമ്രിൽപ്പെട്ടതാണ്, നിങ്ങൾ കൈകടത്താൻ സാധിക്കൂല. ഖിയാമത്ത് നാളെ വരെ തല പുകച്ചിട്ട് ആഗോള ശാസ്ത്രജ്ഞന്മാർ തല പുകച്ച് ചിന്തിച്ചിട്ട് പ്രയോജനമേ ഇല്ല. എന്താണ് ആത്മാവെന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന അർത്ഥത്തിലേക്ക് അള്ളാഹു മറുപടി നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ മറുപടി നൽകൂ എന്നാ പറഞ്ഞത്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അഥവാ അള്ളാഹു എവിടെയുണ്ട് എന്ന ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാൻ പറഞ്ഞില്ല. മറിച്ച് അള്ളാഹു നേരിട്ടാണ് മറുപടി പറയുന്നത്. ഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ തങ്ങളോട്, മുഹമ്മദ് നബിയെ നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ അള്ളാഹു മറുപടി പറയുകയാണ് ഫഇന്നി ഖരീബ്, അടിമകളെ കേട്ടോളി, ഞാൻ നിങ്ങളിലേക്ക് അങ്ങേയറ്റം അടുത്തവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക. മൊയ്തീൻ ഷേഖ് അല്ല, റിഫായി ഷേഖ് അല്ല, ബദരീങ്ങളല്ല, ഖബറാളികളല്ല, വസ്തുക്കളല്ല, വ്യക്തികളല്ല, ജിന്നുകളല്ല, മലക്കുകളല്ല, ആരും തന്നെയല്ല, അള്ളാഹു മാത്രമാണ്. ആര് എവിടെ ഏത് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അള്ളാഹു ആയിരിക്കണം പരിഹരിക്കേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫലസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവര് എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ, എന്റെ കൽപ്പനക്ക് മറുപടി നൽകട്ടെ, എന്നെ കൊണ്ട് അവർ വിശ്വസിക്കട്ടെ, അവർക്ക് നന്മയിലേക്ക് എത്താൻ, അവർക്ക് വിജയത്തിലേക്ക് എത്താൻ, അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത അഥവാ സ്വർഗ്ഗലോകത്തിലേക്ക് എത്താൻ എന്ന അർത്ഥത്തിലേക്ക്, അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തത്വത്തിലേക്ക് എത്തണം. അഥവാ യഥാർത്ഥ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശമാണിത്. ഈ ആശയാദർശം അള്ളാഹു റമദാനിലൂടെ പഠിപ്പിക്കാൻ കാരണം റമദാൻ മഹാമാസമാണ്. ആ മാസത്തിൽ ശക്തികൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന മാസമാണ്. ആ കൂടുതൽ അടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ട്രെയിനിങ് നേടിയിട്ട് അവർക്ക് മറ്റു 11 മാസങ്ങളിലും അള്ളാഹുമായുള്ളതായ ടച്ച് ഏത് രൂപത്തിൽ സ്ഥാപിക്കണം, സ്ഥിരീകരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ളതായ ഒരു സുവർണ അവസരമാണ് ഈ വിശുദ്ധ റമദാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നതുകൂടി മദീന ഇമാമിന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ മദീന ഇമാം തുടരുന്നു, ഇന്നല്ലാഹ ഹയ്യിയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു യദൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ലജ്ജയുള്ള വ്യക്തിയാണ്. അടിമ അവനിലേക്ക് കൈ പൊക്കി കഴിഞ്ഞാൽ ആ കൈയിനെ വെറുതാവിൽ മടക്കിക്കളയുക എന്നത് അള്ളാഹു ചെയ്യാറുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹപ്പെട്ട ചോദിക്കേണ്ട രൂപത്തിലുള്ള ചോദ്യം അടിമ ചോദിച്ച് കഴിയുമ്പോൾ ചോദിക്കാൻ വേണ്ടി കൈ പൊക്കി കഴിഞ്ഞാൽ അള്ളാഹു വെറുതാവിൽ മടക്കിക്കളയുന്നതല്ല. നാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന്റെ പ്രാർത്ഥന പാഴാക്കി കളയുന്നതേ അല്ല. ഒന്നിരിക്കലോ ചോദിച്ച പ്രാർത്ഥന തന്നെ, ആ ചോദ്യം തന്നെ മറുപടി നൽകും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക്. അല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ചെയ്യാൻ തീരുമാനിച്ച വല്ല വിപത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്ത് ദൂരം ചെയ്ത് അവനെ രക്ഷിക്കും. അതുമല്ലെങ്കിൽ അവൻ ചോദിച്ചതായ ചോദ്യത്തിന്റെ പ്രതിഫലം സൂക്ഷിച്ച് സംരക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിയായി പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെച്ച് പകരം നൽകുന്നതുമാണ് പരലോകത്തിൽ. മുസ്ലിമിന്റെ മോമിനിന്റെ പ്രാർത്ഥന പാഴാകുന്നതേ അല്ല, ഏത് രൂപത്തിലാണെങ്കിലും. മദീന ഇമാം തുടരുകയാണ്, വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ ഒരു മഹാരാത്രിയുണ്ട്. ആ രാത്രി ഒരു വർഷത്തിലുള്ളതായ രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. കാരണം 83 കൊല്ലവും 4 മാസവുമാണ് ആ രാത്രിയിൽ അമൽ ചെയ്താൽ അതിലും കൂടുതൽ, 83 കൊല്ലവും 4 മാസത്തിലും കൂടുതൽ രാത്രികൾ അമൽ ചെയ്ത ദിവസങ്ങൾ അമൽ ചെയ്തതായ പ്രതിഫലമാണ് ഒരു രാത്രിയിലൂടെ നേടിയെടുക്കാൻ മുസ്ലിങ്ങൾക്ക് ചാൻസ് അള്ളാഹു നൽകുന്നത്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് അള്ളാഹു ചാൻസ് നൽകുന്നത് അത് നമ്മുടെ പ്രത്യേകത മാത്രമാണ്. ആ പ്രത്യേകത നമുക്ക് ഈ അവസാനത്തെ 10 ലഭിക്കാൻ പോകുന്നത് എന്നത് മദീന ഇമാം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ആ ദിവസം വരുന്ന സന്ദർഭത്തിൽ ആരും തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളെ അത് മടിയന്മാരായിട്ട് അല്ലെങ്കിൽ പിന്നെയാവാമെന്നതായ ശൈലി ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അത് പൈശാചിക തത്വമാണ്. പിശാചിൽ നിന്നിട്ട്
മറദത്തു ഷയാത്തീൻ അറസ്റ്റ് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ശൈലിയാണ് പിശാചിനെ റമദാനിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒന്ന്, മൊത്തത്തിൽ പിശാചിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പിശാച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറദത്താണ്, അഥവാ അവരിൽ നിന്നുള്ളതായ പോക്കരികളാണ് എന്ന് പ്രത്യേകം ഊന്നിപ്പറയുകയുണ്ടായി. എന്നതുകൊണ്ട് ചെറിയ ചെറിയ പിശാചുകളുടെ ആ ക്രൂര കൃത്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുതന്ത്ര മന്ത്രങ്ങളോ മറ്റു മാസങ്ങളിൽ നമുക്ക് നമ്മൊടുക്കൽ ഫലിക്കുന്നത് പോലെ ഈ മാസത്തിൽ ഫലിക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ നാം കാണുന്നുണ്ടല്ലോ പള്ളികളിൽ ഇപ്പോൾ ഫുള്ളാണ്. എല്ലാ പള്ളികളിലും സുബഹി നമസ്കാരത്തിന് വരെ പള്ളികളുടെ സഫുകളൊക്കെ അണികളൊക്കെ ഫുള്ളായി മാറിയിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ നാം പരിസരത്തിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ കാണുകയാണ്. നാം കൊല്ലത്തോട് കൊല്ലം അവരോട് എന്താ പള്ളിക്ക് വരാത്തതെന്ന് ചോദിച്ചാൽ മറുപടി ലഭിക്കാറില്ല. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ പള്ളിയിലാണ്. നമ്മേക്കാളും മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിൽ കാത്തിരിക്കുകയാണ്. എന്താണ് അവരെ കൊണ്ടുവന്നത്? ആരാണ് അവരെ കൊണ്ടുവന്നത്? അവർക്ക് എങ്ങനെ പ്രേരണ നൽകി എന്നത് റസൂലുള്ളാഹിയുടെ ഈ വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കാം. പോക്കരികൾ അവിടെ അറസ്റ്റിലാണ്. ആ പോക്കരികൾ പ്ലാനറ്റ് പരിപാടി ഇട്ടിട്ടായിരുന്നു അവരൊക്കെ ബന്ധിപ്പിക്കാറുണ്ടായിരുന്നത്. അതേ സമയത്ത് അങ്ങനെയുള്ളതായ ആ പിശാചുകളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറസ്റ്റ് ചെയ്തതിന്റെ ശേഷം ഈ ഭൂമിയിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഒരു മഹാരാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രക്ഷ മാത്രം ഇറങ്ങുമെന്ന പ്രത്യേകത പറഞ്ഞുകൊണ്ട് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി സലാമുൻ ഹി. ആ രാത്രി എന്താണ്? രക്ഷയുടെ രാത്രിയാണ്. രക്ഷയുടെ രാത്രിയാവാൻ മാത്രമുള്ള, സുരക്ഷിതത്വമുള്ള രാത്രിയാവാൻ മാത്രമുള്ളതായ ആ ചുറ്റുപാട് ലഭിക്കുന്ന സന്ദർഭത്തിലാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ ഇരിക്കുന്ന നാട്ടിലേക്കായിരുന്നു പണ്ട് ഇറങ്ങിക്കൊണ്ടേയിരുന്നത്. അഥവാ മക്കയിലൂടെയും മദീനയിലൂടെയും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. എവിടെ റസൂലുണ്ട് അവിടെ ജിബ്രീൽ വരും. അതേ സമയത്ത് ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ ഭൂമിയിലേക്ക് ആസകലം അവരെ കറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇവിടെ ഇറക്കും. അതുപോലെ തന്നെ അവരോട് കൂടി പിന്നെ മലക്കുകളുടെ നേതാവ് വരുമ്പോൾ നേതാവിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ സിൽബന്ദികൾ. ആ നേതാവിന്റെ കൂടെ ധാരാളം മലക്കുകൾ അവരുടെ കൂടെ വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. വറൂഹ്, അവരുടെ നേതാവായ ജിബ്രീലും ഇറങ്ങും. അങ്ങനെയുള്ളതായ രാത്രിയാണ് വരാൻ പോകുന്നത്. ആ രാത്രി വന്നു കഴിഞ്ഞാൽ നാം ഇവിടെ മറ്റു ദിവസങ്ങളെ പോലെ മാത്രം കണ്ടാൽ പോരാ. ആ ദിവസങ്ങൾക്ക് പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം. അത് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, ഖുർആൻ പാരായണം ചെയ്യലിലൂടെ, പ്രാർത്ഥന വർദ്ധിപ്പിക്കലിലൂടെ, ദിക്റുല്ലാഹ് വർദ്ധിപ്പിക്കലിലൂടെ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കലിലൂടെ, ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് പോലെയായി മാറുമെന്നാണല്ലോ നാം കേട്ടത്. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് അവസാനത്തെ 10 അതേ ഇഅ്തികാഫിലൂടെ എന്തെല്ലാം ഇബാദത്തുകൾ, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അവകളിലൂടെയെല്ലാം നാം ചെയ്തുകൊണ്ട് നാം എന്ത് വേണം? അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാന്റെ തുടക്കത്തിൽ റസൂൽ പറഞ്ഞതുപോലെ അറുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ്ക്ക് നിങ്ങൾ പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുക്കുക, പ്രാവർത്തികമാക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ റമദാനിനെ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ അതിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്യുന്നു, എങ്ങനെ അള്ളാഹു ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കുന്നു, എങ്ങനെയാണ് അവസാനത്തെ 10 വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നത് എന്നത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു റസൂലിന്റെ കൽപ്പനയാണ്. അതെ, റസൂല് പറയുകയാണ്, മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ല. ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നന്മ മുഴുവനും നഷ്ടപ്പെട്ടവനായി മാറി അവൻ. എന്തൊരു അപകടം, എന്തൊരു മഹാ അപകടം, എന്തൊരു മഹാ ഭാഗ്യക്കേട്. അങ്ങനെയുള്ള ഭാഗ്യക്കേടിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐഖള അഹ്ല, കുടുംബത്തെ ഉറങ്ങാൻ വിടൂല എന്നാണ്. കുടുംബത്തെ ഉറങ്ങാൻ വിടുകയില്ല. അവസാനത്തെ 10 ആകുമ്പോൾ എല്ലാവരും രാത്രി ഹയാത്താക്കാൻ വേണ്ടി ഉണർത്തും. റസൂൽ പിടിച്ച് ഉണർത്തും അവരെ. അതുപോലെ തന്നെ അവർ സ്വയമായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യും. രാത്രി ഹയാത്താക്കുകയും ചെയ്യും. ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, മറ്റു ക്ലാസുകളിലൊക്കെ ഞാൻ ഉണർത്തിയതുപോലെ ഇങ്ങനെയുള്ളതായ ദിവസങ്ങളൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ പൈശാചിക ശല്യത്തിൽ കൂടി റമദാനിന് മുമ്പേ തയ്യാർ ചെയ്ത് പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചിട്ട് അഴിച്ചുവിടുന്നതായ ആ കരിഞ്ചന്തകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും ഫിലിംസുകളും അശ്ലീലങ്ങളും അതെല്ലാം കാണുന്നവരും ഈ മാസത്തിൽ കുറവല്ല. അതിന്റെ ബേക്കിൽ ഓടുന്നവരും കുറവല്ല. കളികളുടെയും ലഹുവകളുടെയും അനാചാരങ്ങളുടെയും വിനോദങ്ങളുടെയും ബേക്കിൽ പോകുന്നവർ കുറവല്ല. പട്ടാപ്പകൽ റമദാനിൽ നോമ്പ് മുറിച്ചോ നോക്കിയിട്ടോ എങ്ങനെയാണെന്ന് അറിയുകയില്ല. അല്ലാഹു അലം. ആ മ്യൂസിക്കും 6 മണികളുള്ളതായ പാട്ടൊക്കെ ഒച്ചത്തിൽ തുറന്ന് താറോടുന്നതൊക്കെ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെയുള്ളതായ മഹാ അപകടത്തിലേക്കൊക്കെ
പിശാച്ചിനെ അതിന്റെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അവര് ആ പൈശാചിക ശല്യം പണ്ട് തന്നെ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ആ ട്രെയിനിങ് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനുള്ളൂ. അവരൊക്കെ അല്ലാഹ് ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനെയുള്ളതായ ഒരു മഹാദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ മദീന ഇമാം പറയുകയാണ്, തോബയെ നിങ്ങൾ വളരെ സൂക്ഷിച്ചുകൊണ്ട്, വളരെ പ്രത്യേകത നൽകിയുകൊണ്ട് നിങ്ങൾ പാശ്ചാത്തപിച്ച് ഈ മാസം ഇനി മടങ്ങി വരുമോ പറയാൻ പറ്റുകയില്ല. അടുത്ത കൊല്ലം വരെ നാം റമദാൻ വരെ ജീവിക്കുമോ ആർക്കും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ തൗബ ചെയ്യുക അല്ലാഹുവിനോട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സർവ്വ പാപങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പുറത്തു തരുന്ന ആളാണ്, അനുഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞതായ ആ ആയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാതി എന്നാണ് സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു പറഞ്ഞതായ ഭാഗം. മദീന ഇമാം ഉണർത്തുകയാണ്, അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിക്കുകയെന്ന്. ആ പാശ്ചാത്തപം അത് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അകത്ത് ഹൃദയം തൊട്ടുകൊണ്ടുള്ളതായ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പശ്ചാത്താപമാണ് പാശ്ചാത്തപിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ അവന്റെ സയ്യിആത്തുകളെ, ദോഷങ്ങളായ കാര്യങ്ങളെ ഹസനാത്തുകളാക്കി മാറ്റുമെന്നാണല്ലോ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ആ പ്രത്യേകത ഉള്ളതായ തൗബയെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ ഓരോ സത്യവിശ്വാസികളുടെ കൂടെ തനിച്ചായി സംസാരിക്കുമെന്നാണ്, തനിച്ചു ഓരോ സത്യവിശ്വാസിയോടും സംസാരിക്കുമെന്നതാണ്. അപ്പോൾ സത്യവിശ്വാസിക്ക് അവന്റെ ഹേഡ് പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തതൊന്നും കാണുന്നതല്ല. അപ്പോൾ അള്ളാഹുവിനോട് പറയുന്നതാണ്, നീ ഭൂമിയിൽ ചെയ്തതിന് ഞാൻ നിന്നെ തൊട്ട് മറച്ചു, അത് ഞാൻ നിനക്ക് ഇവിടെ പുറത്തു തന്നു എന്ന് അള്ളാഹു പറയുന്നതാണ് എന്ന ബുഖാരിയുടെ ഹദീസ് ഇന്ന് മദീന ഇമാം ഓതുകയുണ്ടായി. അത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം പാശ്ചാത്തപിക്കേണ്ടത്, തൗബ ചെയ്യേണ്ടത്, പൊട്ടിക്കരയേണ്ടത്, കുറ്റം സമ്മതിക്കേണ്ടത്. ഇനി റമദാൻ വരുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ, റബ്ബേ ഈ മാസത്തോട് വിടവാങ്ങുന്നതിന് മുമ്പ്, ഈ മാസം ഞങ്ങളോട് വിടവാങ്ങുന്നതിന് മുമ്പ് ഞാൻ പാപമോചിതനായിട്ട് വിടവാങ്ങുന്ന രൂപത്തിൽ ആ ഭാഗ്യം എനിക്ക് നീ നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് മദീന ഇമാം എന്ന് ശക്തിയായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സമാപനത്തിൽ പറയുകയുണ്ടായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും എന്ന ഹദീസും അദ്ദേഹം ഉണർത്തുകയുണ്ടായി. ഹുമുൽ ഖൗമു, ആരാണവർ? ഒരു വിഭാഗമാണ്. ലാ യശ്ഖാ ബിഹിം ജലീസുഹും. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് മക്കയിലും മദീനയിലും ഒരുമിച്ച് കൂടിയ മില്യനുകളായ, ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് ഒരുമിച്ച് കൂടിയതായ ആ സന്ദർശകരോടാണ് മദീന ഇമാമിനെ അഭിസംബോധന ചെയ്യുന്നത്. അവസാനമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഒരുമിച്ച് കൂടിയതായ നിങ്ങൾ വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിനോട് മദീനത്ത് വെച്ചിട്ട് മക്കത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹിന്റെ നാട്ടിൽ, വഹി ഇറങ്ങിയ നാട്ടിൽ, ജിബ്രീൽ ഇറങ്ങിയ നാട്ടിൽ നിങ്ങൾക്ക് ഈ പുണ്യം നേടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകരുത്. ആ ലക്ഷ്യം നിറവേറ്റാതെ അതിനുവേണ്ടി നിങ്ങൾ പാടുപെടണം, അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങളുടെ ക്ലിയറായ വിശ്വാസം നിങ്ങൾ ക്ലിയറാക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹുവിന് മാത്രം അറക്കുന്ന, അള്ളാഹുവിന് മാത്രം ജീവിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം മരിക്കാൻ തീരുമാനിക്കുന്ന സത്യവിശ്വാസികളായി മാറുമെന്നതായ സത്യപ്രതിജ്ഞ നിങ്ങൾ മക്കയിലൂടെയും മദീനയിലൂടെയും വിശുദ്ധ ഭൂമിയിലൂടെയും ഹക്കായി പുരണമെന്ന തത്വം വെച്ചുകൊണ്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടന്നതായ, കരളുകൾ മുറിച്ചു കൊടുക്കപ്പെട്ടതായ, കഴുത്തുകൾ മുറിച്ചു കൊടുക്കപ്പെട്ടതായ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും നാട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന ശൈലിയിലാണ് മദീന ഇമാം പ്രസംഗത്തിന്റെ സമാപനത്തിൽ ഊന്നി പറഞ്ഞത്. അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ മുഖദ്ദസാത്തുകളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുഖദ്ദസാത്തുകളെ സംരക്ഷിക്കുക എന്നത് മുസ്ലിം ലോകത്തിന്റെ ചുമതലയാണല്ലോ. ആ മുഖദ്ദസാത്തുകളുടെ ഒരു ഭാഗമല്ലേ നമ്മുടെ ബൈത്തുൽ മഖ്ദിസ്. നമ്മുടെ ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ ഇന്ന് അവിടെ രാത്രി നമസ്കരിക്കാനോ, തഹജ്ജുദ് നമസ്കരിക്കാനോ, അല്ലെങ്കിൽ വിത്ർ നമസ്കരിക്കാനോ, അല്ലെങ്കിൽ അവിടെ നിറവേറ്റേണ്ടതായ ആ ഇസ്ലാമിക ചിഹ്നങ്ങൾ നിറവേറ്റാനോ സാധിക്കാത്ത ചുറ്റുപാടാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരിലൂടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള ആ പരാക്രമികളുടെ പരാക്രമണത്തിൽ നിന്നിട്ട് ഖുദ്സിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, ബൈത്തുൽ മഖ്ദിസിനെ അള്ളാഹു
രക്ഷപ്പെടുത്തട്ടെ. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുത്ബയെ സമാപിക്കുകയുണ്ടായി. നമ്മുടെ സംസാരത്തെയും നാം ഇതോടുകൂടി സമാപിക്കുന്നു. നാം ഇതുവരെ പറഞ്ഞതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിൽ എന്തെല്ലാം എവിടെയെല്ലാം മുസ്ലിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുവോ അവരുടെ എല്ലാം പ്രയാസത്തെ ഈ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കട്ടെ, ദൂരപ്പെടുത്തട്ടെ, അവർക്ക് വിജയം കൈവരുത്താൻ തൗഫീഖ് നൽകട്ടെ. അവർക്കും നമുക്കുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിൽ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ നേടിയെടുത്ത് ആത്മീയ വളർച്ച കൈകൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടി തൗബ സ്വീകരിക്കപ്പെടുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നതായ സഹോദരന്മാരെ എല്ലാവരെയും അള്ളാഹു ഉൾക്കൊള്ളിക്കട്ടെ. അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവെ, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരുവാനും ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഉള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകണേ രക്ഷിതാവേ. അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണ രക്ഷിതാവേ. അവർക്ക് പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും നൽകണ രക്ഷിതാവേ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ എന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ. അവരുടെ ഖബറിനെ സുഖത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളെയും സുഖത്തിൽ ഒമിച്ചു കൂട്ടണേ നാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.